ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെറിയ പിള്ളേർക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറി ക്ലിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള ബട്ടർഫ്ലൈയുടെ ക്ലിപ്പാണ്, അതായത് നമ്മുടെ ടിക് ടാക്ക്. അതാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആദ്യം വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റോക്കിംഗ് ക്ലോത്ത്സ് ആണ്. അതായത് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് പല ഷെയ്ഡ്സിലും, അതായത് ഇതുപോലെ മൾട്ടി കളറിലും അതേപോലെ തന്നെ ഓരോ കളറിലും തനിയെ ഒരൊറ്റ കളറായിട്ടും കിട്ടും കേട്ടോ. കണ്ടില്ലേ, വയലറ്റ്, പിങ്ക്, അതേപോലെ റെഡ്, ഗ്രീന്, പിന്നെ നല്ല ഡാർക്ക് യെല്ലോ, അങ്ങനെ പല കളറിലും നമുക്ക് കിട്ടും. ഇത് മൾട്ടി കളറാണ് വരുന്നത്, സോറി മൾട്ടി കളറല്ല, ഡബിൾ ഷെയ്ഡാണ് അത് വരുന്നത്. അപ്പോൾ പിന്നെ വൈറ്റും ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് റെഡും അതുപോലെ തന്നെ വൈറ്റും ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഞാനിവിടെ ബട്ടർഫ്ലൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ഈ ഒരെണ്ണം ചെയ്യാമെന്നാണ് ഞാനിന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പല കളറിലുള്ളതും അല്ലെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു കമ്പിയാണ് കേട്ടോ. ഇത് നമ്മളും ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് മേടിക്കുന്ന ഒരു കമ്പിയാണ്. ഇതിന് ഒരെണ്ണത്തിന് 1 രൂപയോ, അല്ലെങ്കിൽ ഇപ്പോൾ കൂടിയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ മേടിക്കുമ്പോൾ 1 രൂപയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് 2 രൂപയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഈ കമ്പി കട്ട് ചെയ്യുന്ന കട്ടിങ് പ്ലെയർ വേണം. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു സാധാരണ പ്ലെയറാണ് കേട്ടോ. ഇത് രണ്ടുമാണ് പിന്നെ വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലെ ഒരു ചെറിയൊരു കത്രികയാണ് കേട്ടോ. അതും അത്യാവശ്യമാണ്, വലുത് വേണ്ട, ചെറുത് മതി. പിന്നെ വേണ്ടത് ഇതുപോലുള്ള ഗ്ലൂ ആണ്. ഒന്ന് ഈ 8000 പറഞ്ഞിട്ടുള്ള ഗ്ലൂവോ അല്ലെങ്കിൽ B7000 പറഞ്ഞിട്ടുള്ള ഗ്ലൂവോ, ഇതിൽ രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതായത് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡ്സ്. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് തരം തുണിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള നൂലും വേണം കേട്ടോ, സാധാരണ മെഷീൻ നൂല്. പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ഡിവൈസ് വേണം. അതായത് ഇത് ഞാനിപ്പോൾ ഇവിടെ ലിപ് ബാമിൻ്റെ ഒരു ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കണ്ടില്ലേ, ചെറിയ ഭാഗമുണ്ട്, വലിയ ഭാഗമുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഇനി കട്ടിയുള്ള പൈപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഒരു വലിയ സൈസും അതേപോലെ തന്നെ ഒരു ചെറിയ സൈസുമാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ആ ഒരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഗോൾഡൻ കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ സിൽവർ കളറിലും വരുന്നുണ്ട്. അപ്പോൾ അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഇതിൻ്റെ വലിയ വശത്ത് വെച്ചിട്ടാണ് ഈ കമ്പീനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ടൊന്ന് മെല്ലെ പതുക്കെ ട്വിസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്ലെയർ വെച്ചിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിന് കുറേ ലെങ്ത്തൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ അടിവശത്തേക്ക് വളരെ നീളത്തിലൊന്നും വേണ്ട, ഒരു ചെറിയൊരു ഭാഗം മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 എണ്ണം വേണം. അപ്പോൾ 2 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന്. ഇതുപോലെ ഞാൻ ആ വലിയ ഭാഗത്ത് വെച്ചു, എന്നിട്ടൊന്ന് ക്രോസ് ആക്കി കൊടുത്തു. അതിനുശേഷം നമ്മുടെ പ്ലെയർ വെച്ചിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. എന്നിട്ട് പതുക്കെ അതിന് നമുക്കിതിന് ഒന്ന് ഊരിയെടുക്കുക. അതിനുശേഷം നല്ല ലെങ്ത് ഒന്നും വേണ്ട, ലെങ്ത്ത് കുറവായാൽ മതി, കാരണം വെറുതെ കമ്പി വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പശയുള്ളത് കൊണ്ട് അത് ഒട്ടുകയാണ് കേട്ടോ. ഞാൻ ഒരു ക്ലിപ്പ് ഫസ്റ്റ് കാണിച്ച ക്ലിപ്പ് ഉണ്ടാക്കിയതാണ്, അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണേ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചെറിയ സൈസിലുള്ള ഒരു വട്ടാണ്. അപ്പോൾ ആ ചെറിയ ഭാഗത്ത് വെച്ചു, ഒന്ന് ക്രോസ് ചെയ്ത് കൊടുത്തു. വീണ്ടും നമ്മുടെ പ്ലെയർ വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പതിയെ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ആ ബാക്കി വരുന്ന ആ കമ്പി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇതുപോലെ പ്ലെയർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ടിങ് പ്ലെയറാണ് കേട്ടോ അത്. ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി വേണം. അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്തെടുക്കാം.
ഇതുപോലെ വീണ്ടും ഇങ്ങനെ ആ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്ലെയർ വെച്ചിട്ടൊന്നുകൂടി നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രേ വേണ്ടു. കണ്ടില്ലേ, ഇതിൻ്റെ കാലൊക്കെ കണ്ടില്ലേ, ഇത്രയും നമുക്ക് ലെങ്ത് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്പികൾ രണ്ട് 4 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതിൽ നമ്മൾ വൈറ്റും അതേപോലെ വലുതിൽ റെഡുമാണ് നമ്മൾ ചുറ്റിയെടുക്കാൻ പോകുന്നത്. അതായത് ഇതിനെ ആ ഒരു തുണീനെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ കമ്പി വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 വശവും തമ്മിൽ ഇങ്ങനെ അടിയിലോട്ട് നീക്കി വരണം കേട്ടോ. അതാണ്ടോ, വലിച്ച് പിടിച്ചിട്ട് വേണം 2 സൈഡും ഫ്രണ്ടും ബാക്കും ഒരേപോലെ വലിച്ചിട്ട് ഇതിനെ ഒന്ന് നല്ല ഭംഗിയിൽ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക. അതിനുശേഷം നമ്മുടെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ പൂക്കളൊക്കെ മുല്ലപ്പൂവൊക്കെ കെട്ടില്ലേ, അത് ആ ഒരു ടൈപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ കെട്ടിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ കെട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ കെട്ടിട്ട് കൊടുക്കാൻ പറ്റുക അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനതാ ഈ ഒരു കെട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാവണം കേട്ടോ. നമ്മൾ അല്ലാതെ വെറുതെ ലൂസ് ആവാനൊന്നും പാടില്ല. നല്ലതുപോലെ ടൈറ്റായിട്ട് തന്നെ നമുക്കത് കിട്ടണം. പിന്നെ ബാക്കി വരുന്ന ക്ലോത്ത്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ. പിന്നെ ബാക്കി ഇതിൻ്റെ അടിവശത്ത് വരുന്ന തുണികളൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് മതി, കാരണം നല്ല തിക്ക് വേണ്ട. അതിനാണ് ഞാനത് കുറച്ചുകൂടി ഒന്ന് നമ്മൾ ചുറ്റിയ നൂല് ശ്രദ്ധിക്കണം കേട്ടോ. ആ നൂല് പൊട്ടിപ്പോവാതെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് മറ്റേ ഭാഗം, അതായത് 2 നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ ചെയ്യുക. പിന്നെ നമ്മൾ ചെറിയ സൈസിലുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാട്ടോ ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ട് നമ്മുടെ ആ തുണി ഇതുപോലെ 2 സൈഡും അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വലിച്ചെടുത്തിട്ട് നമ്മൾ ആ ത്രെഡ് വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വലിച്ച് താഴോട്ട് ആക്കണം കേട്ടോ. അപ്പോഴാണ് അത് കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ വലിക്കരുത്, അപ്പോൾ ആ തുണി കീറിപ്പോവും. അപ്പോൾ ഒരു ഏകദേശം നമുക്കറിയാം, അത് ചുറ്റിയെടുക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും അത് വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതുപോലെ ഞാൻ നല്ലതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള തുണിയും അതേപോലെ ആ നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റും ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഷേപ്പ് ചെയ്യാനാണ് ഈ ചെറിയ കത്രിക നമ്മൾ ഉപയോഗിക്കുന്നത്. വലുതാണെങ്കിൽ പെട്ടെന്ന് പറ്റില്ല, ചിലപ്പോൾ അത് മുകളിലത്തെ തുണിയിലൊക്കെ കൊണ്ട് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കത്രിക മതി എന്ന് പറയണത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വലുതും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറുത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഈ 2 ഇതും കൂടിയും റൗണ്ട് കൂടിയും ഒരുമിച്ച് ചുറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വൈറ്റും അതിൽ ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വൈറ്റും ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, ഈ 2 റെഡും കൂടി ഒരുമിച്ച് വെക്കുക. കറക്റ്റ് ഒരേപോലെ വെച്ചിട്ട് 2ഉം കൂടിയും ഒരുമിച്ച് നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നേരത്തെ എങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് ചുറ്റിയെടുത്തത് അതുപോലെ തന്നെ ഈ നൂലും അത് 2ൻ്റെയും മുകളിൽ കൂടെ അതുപോലെ നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. നല്ലതുപോലെ തന്നെ ചുറ്റിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ നിവർത്തുമ്പോൾ പോരും. ഇതുപോലെ നല്ലതുപോലെ ചുറ്റിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ലതുപോലെ വീണ്ടും ചുറ്റി ഞാൻ ഒരു ചുറ്റിലും കൂടി ചുറ്റിയെടുക്കുന്നുണ്ട്. കാരണം നല്ലതുപോലെ ടൈറ്റായിട്ട് ഇരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ അടിവശത്തുള്ള കമ്പിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ നമുക്ക് ആ വൈറ്റ് കൂടി ചുറ്റിയെടുക്കണം. അപ്പോൾ വൈറ്റ് കൂടി നമുക്കൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. ഇതേപോലെ
വൈറ്റും അതുപോലെ തന്നെ ഒരുമിച്ച് വെച്ചു. അതിനുശേഷം ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ നല്ലതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു തവണ കൂടി ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന നൂലും അതേപോലെ ബാക്കി വരുന്ന ക്ലോത്തും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ കമ്പിയുടെ ലെങ്ത്തും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്കി വരുന്ന ആ കമ്പിയുടെ ലെങ്ത്തും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയതുണ്ടല്ലോ, ചെറുതിനെ ഒന്ന് അടർത്തിയെടുക്കുക. അപ്പോൾ 2 ഉണ്ടല്ലോ, അതിന് പതിയെ ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കുക. എന്നിട്ട് ആ റെഡിൻ്റെ അടിവശത്തേക്ക് ഇതുപോലെ റെഡ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ അടിവശം കറക്റ്റ് മറ്റേതുമായിട്ട് ജോയിൻ്റ് ആയിട്ട് നിൽക്കണേ, ഇതുപോലെ. എന്നിട്ട് ആ ജോയിൻ്റ് ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ലതുപോലെ ടൈ ചെയ്തെടുക്കുക. നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിട്ടെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ബാക്കി വരുന്ന നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ലതുപോലെ ഞാൻ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കണ്ടല്ലേ, ഇതിങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും പതിയെ ഒന്ന് വിടർത്തിയെടുക്കുക കേട്ടോ. 2 വൈറ്റും അതേപോലെ തന്നെ റെഡിനെയും ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് ഒരു ഇതാണ്ടല്ലേ, ഇപ്പോൾ ഒരു ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഷേപ്പായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ആ ഒരു അതായത് നമ്മൾ ആ ഒരു റൗണ്ടിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതായത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ കമ്പീനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ ആ കമ്പീനെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറക് പോലെ നമുക്കൊന്ന് ഒരറ്റൊന്ന് ചെറുതായിട്ട് കൂർത്തിരിക്കുന്ന പോലെയൊക്കെ ആക്കിയിട്ട് മാറ്റാം. അതേപോലെ തന്നെ അടിവശത്തെയും നമുക്കൊന്ന് ഇതേപോലെ ഒരു ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. ബട്ടർഫ്ലൈ എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ഒക്കെ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആയിട്ടുണ്ട്. ഇനി ഇത് പൂർണ്ണമായിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് അതിൻ്റെ ശരീരം വെക്കുന്നത് പോലെ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതേപോലെ തന്നെ ഒരു കമ്പി എടുക്കുക. അതിലോട്ട് നമ്മൾ ആ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അത് എത്രത്തോളം അതിൻ്റെ ആ ലെങ്ത്ത് വരുന്നുണ്ട് നോക്കിയിട്ട് അത്രത്തോളം ഭാഗത്ത് നമ്മൾ ആ ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു 8-10 വന്നിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ, ആ കമ്പിയിലോട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഷുഗർ ബീഡ്സ് കോർത്തെടുക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഇതിനെ ഒന്ന് കുറച്ചൊന്ന് നീക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് ഈ 2 വശം ഉണ്ടല്ലോ, മടക്കാത്ത ഭാഗം, അത് മുകളിലോട്ട് വരുന്ന രീതിയിൽ, അതായത് നമ്മൾ കൊമ്പ് ഇതുണ്ടാവില്ലേ, പൂമ്പാറ്റയ്ക്കൊക്കെ എന്താ പറയുക, ഒരു 2 കൊമ്പ് പോലെ ഉണ്ടാവില്ലേ, അത് വെച്ച് കൊടുക്കാനായിട്ടാണ്. കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് കൂടെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആ സെൻറ്റർ ഭാഗത്തൂടെ ഇത് കടത്തി കൊടുത്തു. എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 കമ്പിയും കൂടിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ആ ഷേപ്പൊക്കെ ഒന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഏകദേശം എത്രത്തോളം ആ ഒരു കൊമ്പിന് എത്രത്തോളം നീളം വേണമെന്ന് നോക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയും ഇത് കുറച്ചുകൂടി കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇത്രയും ലെങ്ത്തൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് ബാക്കി കൂടി ഒന്ന് കട്ട് ചെയ്യുക. കറക്റ്റ് ഷേപ്പാവാൻ ഒന്നുകൂടി ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. ഇനി ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ ഇത്രയും ഭാഗം വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് അതിൻ്റെ അറ്റത്തോട്ട് നമ്മളൊരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ്, ഇതുപോലെയുള്ള മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ് ഒന്ന് അതിലോട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്, അറ്റത്ത് കേട്ടോ, അറ്റത്ത് മാത്രം. എന്നിട്ട് അതിൻ്റെ ആ ഒരു അറ്റത്തെ ഭാഗം നമ്മൾ പ്ലയർ വെച്ചിട്ടൊന്ന് വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത ഒരു രീതിയിൽ, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചെടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്കൊരു കൊമ്പ് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു കൊമ്പ് കൂടി ചെയ്തെടുക്കുക. ഏകദേശം അതിൻ്റെ ലെങ്ത്ത് നോക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഗോൾഡൻ ബീഡ് ഒന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടാവും. എളുപ്പം തന്നെയാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ അല്ല, വേറെ വേണമെങ്കിൽ ഡ്രാഗൺ ഫ്ലൈ വേണമെങ്കിലും ചെയ്യാം, അതേപോലെ വല്ല ഫ്ലവേഴ്സ് വേണമെങ്കിലും ചെയ്തെടുക്കാം, ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിന് പുറകിൽ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേറെ ഫ്ലവേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം, ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്. അപ്പോൾ ഇതുപോലെ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നല്ലതുപോലെ കറക്റ്റ് ചെയ്ത് ഷേപ്പാക്കി ഒരു ബട്ടർഫ്ലൈ പോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ടിക് ടാക്കിലാണ്. അപ്പോൾ അതെങ്ങനത്തെ ടിക് ടാക്കാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് ഞാനിവിടെ ഒരു ഗോൾഡൻ കളറിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടിക് ടാക്കാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കത് സിൽവർ കളറിലും കിട്ടും, അതല്ലാതെ ബ്ലാക്ക് കളറിലുള്ള ടിക് ടാക്കുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള ടിക് ടാക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ നമ്മുടെ ആ ഒരു ഈ 8000 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഗ്ലിറ്റർ ടൈപ്പുള്ള ഒരു ഫോം ഷീറ്റ് ഞാൻ കുറച്ച് വെറുതെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനത് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതില്ല, ഫോം ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വല്ല ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബട്ടർഫ്ലൈനെ അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈനെ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഉണങ്ങാൻ വെക്കണം കേട്ടോ. ഒരു ദിവസമൊക്കെ വെച്ചാലാണ് ഇത് കറക്റ്റ് നല്ലതുപോലെ ഉണങ്ങി കിട്ടുക. അതിനുശേഷം നമുക്ക് ഇത് ഹെയറിലൊക്കെ ഉപയോഗിക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ലതുപോലെ ഉണങ്ങാനായിട്ട് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ടില്ലേ, ഇത് കുറച്ചുകൂടി നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ദിവസം എന്തായാലും ഇത് വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായി വീണ്ടും നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. ഞാൻ എന്തായാലും തീർച്ചയായും ഇടാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സസറി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.